അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഈ മാസത്തിൽ തന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ കേസുകൾ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇതിലൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ കാരണം ഒരു വ്യക്തിയെ സമീപിക്കുകയും ഇദ്ദേഹത്തിന് ഇന്ന വിഷയങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന പ്രയാസങ്ങൾ ഉണ്ടായതെന്ന് നോക്കി പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല അദ്ദേഹം പല രൂപത്തിലുള്ള ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഇദ്ദേഹത്തിന്റെ മനസ്സ് അയാളടുക്കലേക്ക് തന്നെ പോവാൻ വേണ്ടി മന്ത്രിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇദ്ദേഹം വീണ്ടും 2, 3, 4 തവണയൊക്കെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് തന്നെ പോകുന്നു. പതിയെ പതിയെ അദ്ദേഹത്തിന് മാനസികമായി വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ പോവാൻ മനസ്സ് മന്ത്രിക്കുന്നു. വേറെ എവിടേക്കും പോവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് തന്നെ പോവാൻ വേണ്ടി മനസ്സിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞത്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് സലാമത്ത് കിട്ടണമെന്ന് കരുതി. ഇതേപോലെ ഒരു സഹോദരിയും വന്നിരുന്നു. അവർക്കും ഇത് തന്നെ വിഷയം. അവർ ഇതുപോലെയുള്ള ഒരാളെ സമീപിച്ചപ്പോൾ അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അദ്ദേഹം കണ്ണടച്ചിട്ട് പലതും നിങ്ങൾ കാണുന്നില്ലേ, സീമലുള്ള കാണുന്നില്ലേ, അവിടെ മക്കാമ് കാണുന്നില്ലേ, അതാണ് നിങ്ങൾക്കുള്ള പരിഹാരം, അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതുമാത്രമല്ല പിന്നീട് ഈ സ്ത്രീക്ക് അവിടെ തന്നെ പോകാൻ വേണ്ടി മനസ്സ് മന്ത്രിക്കുന്ന ഒരവസ്ഥ. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അവിടെ തന്നെ പോകണം. ആ സ്ത്രീക്ക് പിന്നീട് പതിയെ പതിയെ അതിന് അടിമപ്പെടുകയും അതിൽ നിന്നൊരു മോചനം ലഭിക്കണം, എനിക്ക് ഇനി അയാളടുത്ത് പോവണ്ട, എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ്? ഇന്ന് സത്യവും അസത്യവും വേർതിരിച്ചറിയപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലരും പല അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സിദ്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അവിടേക്ക് പോകുന്ന ഒരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്തരം ആത്മീയ ചൂഷണങ്ങൾ, തട്ടിപ്പുകൾ എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് ശൈത്താനെ കൂട്ടുപിടിച്ചും ചാത്തന്മാരെ കൂട്ടുപിടിച്ചും ഒക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇസ്ലാമിക വസ്ത്രം ധരിച്ചവർ തന്നെ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരാളെ നമ്മൾ സമീപിക്കുമ്പോൾ കൃത്യമായി പഠിച്ച് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കൃത്യമായ ബോധ്യത്തോടു കൂടി മാത്രമേ അത്തരം ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ബാത്തിലിന്റെ വിഷയങ്ങളിലാണ് കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്നത്. എൻ്റെ വിഷയം, എൻ്റെ സിഹിർ ബാത്തിലാക്കി തരണം, എൻ്റെ ബുദ്ധിമുട്ട് ബാത്തിലാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ സമീപിക്കുന്നത്. എന്നിട്ട് അവർ നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും പലതും വഞ്ചിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ വീടിന്റെ മുകൾ ഭാഗം മുഴുവനായിട്ട് ദ്വാരങ്ങൾ ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥ. എന്താണ് ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് പ്രതിവിധി പറഞ്ഞതാണ്, എത്ര ദ്വാരങ്ങളാണ്, 10, 15 ദ്വാരമല്ല, ഒരുപാട് ദ്വാരങ്ങൾ ഇട്ടു. അപ്പൊ ഇത്തരം അവസ്ഥ ഒന്നും ഇതിനെക്കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ, എന്താണ് വിഷയം, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം വന്നത് എന്ന് മനസ്സിലാക്കാതെ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. എല്ലാവരും കൃത്യമായി പഠിച്ചു ബോധ്യപ്പെട്ടതിന് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഏത് സിഹിറാവട്ടെ, കണ്ണേറാവട്ടെ, വിവാഹ തടസ്സമാവട്ടെ, ഏത് വിഷയത്തിലുള്ള വിഷയങ്ങൾക്കും പരിശുദ്ധ ഖുർആനും ഹദീസും മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന ദിക്റുകൾ തന്നെയാണ് നമുക്കുള്ള പരിഹാരം. ഒരു സിഹിർ ബാധിച്ച് അല്ലെങ്കിൽ ഒരു കണ്ണേറ് ബാധിച്ച് ശക്തമായ തലവേദനയുണ്ട് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ പരിശുദ്ധ ഖുർആൻ നന്നായിട്ടൊന്ന് മന്ത്രിച്ചു കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാറാത്തതായി ഒന്നുമില്ല. അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. സിഹിർ ബാധിച്ചവർക്ക് ഇന്ന ആയത്തുകൾ കൊണ്ട് മന്ത്രിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടും, ഇന്ന ആയത്ത് സൂറത്ത് ഓതിയാൽ ഫലം കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഭയമുണ്ട്, പെട്ടെന്നൊരു പേടി കുടുങ്ങി, ഒരു കുട്ടിക്ക് ഒരു പേടി കുടുങ്ങി, ഒരു ഭയം കുടുങ്ങി കഴിഞ്ഞാൽ ഇലാഫി ഖുറൈശിൻ സൂറത്ത് ഒരു 7 തവണ മന്ത്രിച്ചങ്ങ് ഊതി കൊടുത്തു നോക്കൂ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഊതി കൊടുത്തു നോക്കൂ, പെട്ടെന്ന് ഫലം കാണും. വലിയവരാണെങ്കിൽ ഒരു 21 തവണ ലീലാഫി ഖുറൈശിൻ ഒരു 21 ദിവസം 21 തവണ പതിവാക്കി നോക്കൂ, പെട്ടെന്ന് ഫലം കാണും. ഇങ്ങനെ ഏതിനും ഖുർആൻ തന്നെയാണ് പരിഹാരം. ഏത് വിഷയത്തിനും ദിക്റുകളും ആയത്തുകളും ഒക്കെ തന്നെയാണ് പരിഹാരം. അതിനപ്പുറത്തേക്ക് കടന്നു നമ്മൾ പോയി കഴിഞ്ഞാൽ
എൻ്റെ വിഷയങ്ങൾ അറിയാനുള്ള അത്ഭുത സിദ്ധികളുള്ള ആളുകളെ തേടി പോകുമ്പോൾ നമ്മൾ ചതിക്കുയിൽപ്പെടുന്നു, നമ്മുടെ സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുക്കലേക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഉണർത്തുന്നത്. ഇത്തരം ചതികളിലൊന്നും പെട്ടുപോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.